നിന്റെ തള്ള എത്തുന്ന വിചാരിച്ചാ വീട് എന്റെ പേരിലേക്ക് പോകും. നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നല്ലേ അവരെന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. മരിച്ചുപോയി എന്റെ അമ്മ ഇങ്ങനെ എപ്പോഴും പറയരുത്. ഇതൊക്കെ കേട്ട് സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. എനിക്കിന്നിവിടെ വയ്യ അച്ഛ. എന്നും ഉപദ്രവവും ഒരു മനസ്സമാധാനം എനിക്ക് അയാൾ തരില്ല. കുഞ്ഞത് കണ്ട് വളരുക എന്നൊരു ചിന്ത പോലും അയാൾക്കില്ല. മക്കളെ, നീ വിഷമിക്കാതെ. ഇതൊക്കെ എല്ലാ വീട്ടിലുള്ളതല്ലേ. ഒന്നാമത് നിനക്കൊരു കൊച്ചും കൂടെ ഉള്ളതല്ലേ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നോക്കും. പറ്റില്ല അച്ഛ എനിക്കിവിടെ. ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിത് എന്തോന്നേട്ടാ കൊച്ചിന്റെ അടുത്തും തുടങ്ങിയോ? കൊച്ചാ എവനാ? ഇവൻ ആരെ വെച്ചെന്ന് ആർക്കറിയാം? ചേട്ടാ, എന്നെ എന്റെ വീട്ടുകാരെയും പറയുന്നത് ഞാൻ സഹിക്കും. എന്റെ കുഞ്ഞിനെ പറഞ്ഞാലുണ്ടല്ലോ. എടാ മക്കളെ, നീ അവനെ അടിച്ചെന്തിനടാ? അവനെ പറഞ്ഞു മനസ്സിലാക്കിയ പോരായിരുന്നോ? പറഞ്ഞു മനസ്സിലാക്കാനാ? അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞു മനസ്സിലാക്കി അവനെ? ഇനി അവളെ കൊണ്ടിട്ട് പറഞ്ഞു മനസ്സിലാക്കിയാ മതിയാ? എടാ, അത് നിനക്ക് കുടുംബജീവിതത്തിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാത്തോണ്ടാണ്. ഇവളും കൊച്ചു ഇനി ആ വീട്ടിലല്ലേ ജീവിക്കേണ്ടത്. ഇനി എങ്ങനെ ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടും? തിരിച്ചു കൊണ്ടുവിടാനല്ല ചേച്ചിയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നു. അവൾ എത്ര പ്രാവശ്യം അച്ഛനെ വിളിച്ചു പറഞ്ഞു അവളെ ഉപദ്രവമാണ്, പ്രശ്നമാണ്. അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണല്ലാതെ അവളെ കുറിച്ച് ചിന്തിച്ചാ? അവൾ വെള്ളം കുറച്ച് ഇവിടെ വന്ന് കടന്നിട്ട് അച്ഛൻ ചിന്തിച്ചാൽ മതിയാ? എടാ മോനെ, അതിനല്ലേ ഇവിടെ നിയമമുള്ളത്. നമുക്കൊരു കേസ് കൊടുക്കാം. ഇവിടത്തെ നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസം ഇല്ല. അച്ഛാ, നിങ്ങളെ പോലുള്ള മാതാപിതാക്കളെ പെൺമക്കളെ കെട്ടിച്ചു വിട്ടാൽ മാത്രം ഉത്തരവാദിത്വം തീർന്നില്ല. അവർ വിളിച്ചൊരു പ്രശ്നം പറയുമ്പോഴേ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം കൂടെ ഉണ്ടെന്ന് പറഞ്ഞൊന്ന് ചേർത്ത് വിളിച്ച് നോക്കും നിങ്ങൾ. എന്തായാലും ചേച്ചി ഇവിടെ കിട്ടും, ഞാൻ നോക്കിക്കോളാം.